ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നിങ്ങൾ കഴിഞ്ഞ 2 വീഡിയോസ് എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ട്രാവലിംഗ് പാർട്ട്ണറായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ടൂറർ അല്ലെങ്കിൽ ഒരു ടൂറിങ്ങിന് കേപ്പബിൾ ആയിട്ടുള്ള ഓഫ് റോഡിങ്ങിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബൈക്ക് സെർച്ച് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ സെർച്ചിൻ്റെ സീരീസ് നമ്മൾ ഫസ്റ്റ് തിയറട്ടിക്കലായിട്ട്, അതായത് ഓൺലൈനിലും നമുക്ക് അവരുടെ കമ്പനി സൈറ്റിലും അവൈലബിൾ ആയിട്ടുള്ള ബൈക്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ ബേസിസിൽ ബൈക്കിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഏറ്റവും ലോവസ്റ്റ് എൻജിൻ പവറുള്ള അല്ലെങ്കിൽ CC ഉള്ള ബൈക്ക് മുതൽ ഞാൻ നോക്കുന്നത് ഒരു 700 cc സെഗ്മെൻറ്റ് വരെയുള്ള ബൈക്കുകളാണ്. ബ്രീഫായിട്ട് ബൈക്ക് ഏതാണ്, അതിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, സ്പെസിഫിക്കേഷൻ, നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് അങ്ങനെ വരുന്നത് വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ കാറ്റഗറൈസ് ചെയ്യാൻ പോകുന്നത്. ഒരു വീഡിയോയിൽ മാക്സിമം ഒരു 4 ബൈക്ക് വെച്ചിട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയട്ടെ, ഇത് ടോട്ടലി ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ബൈക്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ ബേസിസിലായിരിക്കും. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ബൈക്ക് യൂസ് ചെയ്യുന്ന യൂസേഴ്സിനുള്ള എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആയിരിക്കാം. സോ ആ സമയത്ത് എന്തെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. ഞാൻ അടുത്ത വട്ടം വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അത് തിരുത്തി അപ്ഡേറ്റ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് 200 cc സെഗ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 200 cc സെഗ്മെൻറ്റിലുള്ള ഒരു ടൂറിംഗ് ബൈക്ക് എന്ന് പറയാൻ പറ്റുന്ന ഹോണ്ടയുടെ CB200X ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ സീരീസ് വിത്ത് ഹോണ്ട CB200X. ഈ ബൈക്ക് അസ് ഓഫ് നൗ ഒരു അഡ്വഞ്ചർ ടൂറർ ലുക്കുള്ള ഇന്ത്യയിലെ ലോവസ്റ്റ് CC ബൈക്കുകളൊരെണ്ണമാണ്. ഈവൻ ദോ ബൈക്കിൻ്റെ പേരിൽ 200 ഉണ്ടെങ്കിലും ഈ ബൈക്കിൻ്റെ എഞ്ചിൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഞ്ചിൻ CC എന്ന് പറയുന്നത് 184.4 cc ആയി. കുറേ ഒരു 40-42 ഇതിൻ്റെ മൈലേജ് കിട്ടുന്നതായിട്ട് എല്ലാവരും പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനിലേക്ക് പോകാനാണെങ്കിൽ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിൻ്റെ ഗിയർ ബോക്സ്. 147 kg ആണ് ഇതിൻ്റെ കർവ് വെയിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ടോട്ടൽ ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 ലിറ്റേഴ്സാണ്. ഒരു ടൂറിംഗ് ബൈക്കിന് കുറച്ചും കൂടി ഒരു 14 ലിറ്റേഴ്സൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ഓൾറെഡി അത്യാവശ്യം നല്ല മൈലേജ് ഉള്ളത് കൊണ്ട് തന്നെ 12 ലിറ്റേഴ്സിൽ നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ചും കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് 17.03 bhp at 8500 rpm ആണ്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 15.9 Nm at 6000 rpm ആണ്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 120 km/h ആണ്. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട വീഡിയോസിൽ ഇതിൻ്റെ യൂസേഴ്സൊക്കെ ഒരു 115 km/h അത്യാവശ്യം നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. വലിയ എഞ്ചിൻ ഗ്രണ്ടൊന്നും ചെയ്യാണ്ട് അത് അത്യാവശ്യം സ്മൂത്തായിട്ട് പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് വീഡിയോ കണ്ടിട്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് USD ഫോക്സ് ആണ്. റിയറിൽ യൂസ് ചെയ്യുന്നത് മോണോഷോക്ക് സസ്പെൻഷനാണ്. പിന്നെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് സിംഗിൾ ചാനൽ ABS സിസ്റ്റമാണ് ബ്രേക്കിംഗ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഒബ്വിയസ്ലി അലോയ് വീൽസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 810 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 167 mm ആണ്. അത്യാവശ്യം ഒരു ആവറേജ് ഇന്ത്യൻ ഹൈറ്റ് റേഞ്ച്, അതായത് 5.7, 5.8 ഒക്കെ ഉള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലാറ്റ് ഷൂട്ടൊക്കെ ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1.485, അതായത് 1,48,500 എക്സ്-ഷോറൂമാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റുന്ന മോശം കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 184 cc ഉള്ളൂ, പവർ കുറവാണ്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസൊക്കെ ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബോറടിക്കുന്ന പോലെ ഫീൽ ആവാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി എക്സ്പീരിയൻസ് ഞാൻ വണ്ടി ഓൺ റോഡ് അല്ലെങ്കിൽ റിയൽ ആയിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നുള്ള എക്സ്പീരിയൻസ് ആ സമയത്ത് പറയാം. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബൈക്കിലോട്ട് പോകാം. അവർ സെക്കൻഡ് ബൈക്ക് ഇൻ ദ ലിസ്റ്റ് ഈസ് ഹീറോ എക്സ്പൾസ് 200. നമ്മുടെ ഇന്ത്യയിലെ ഒരു ഓഫ് റോഡിങ് വിപ്ലവം സൃഷ്ടിച്ച പാരമ്പര്യമുള്ളൊരു ബൈക്കാണ് എക്സ്പൾസ് 200 എന്ന് പറയുന്നത്. അതേ എക്സ്പൾസ് 200 തന്നെ 4V, അതായത് 4 wall എന്ന് പറയുന്ന എഡിഷനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ബിക്കോസ് ഇത് കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള എഡിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ തന്നെ നമുക്ക് 3 വേരിയൻറ്റ് അവൈലബിൾ ആണ്: സ്റ്റാൻഡേർഡ്, പ്രോ, റാലി. ഇതിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പ്രോ വേരിയൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ലുക്ക് വൈസ് ഓൾസോ, അതുപോലെ തന്നെ അത്യാവശ്യം ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു ബൈക്കും കൂടിയാണിത്. ഇതിൻ്റെ എൻജിൻ ട്രാൻസ്മിഷൻ വരുന്നത് ഒരു 199.6 cc എയർ ആൻഡ് ഓയിൽ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഈ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 17.35 Nm ആണ് അറ്റ് 6500 rpm. അല്ലെങ്കിൽ ഓൺ പേപ്പർ ഇതിൻ്റെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇത് ഒരു മൈലേജ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 36 km/ലിറ്റർ മൈലേജ് തരുമെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 13 ലിറ്റേഴ്സിൻ്റെ ഫ്യൂൽ ടാങ്കാണ്. ഇതിൽ അഡീഷണൽ ആയിട്ട് ഞാൻ കണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ മെസ്സേജ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് വരും എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ്. അതുപോലെ തന്നെ ഇതിൽ തന്നെ USB ചാർജിങ് പോർട്ടും കൂടി അവർ സ്റ്റോക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബൈക്കിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 885 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 270 mm ആണ്. കർവ് വെയിറ്റ് എന്ന് പറയുന്നത് 161 kg ആണ്.
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ബൈക്കിൽ നിന്നും ഇതിൻ്റെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണെങ്കിലും സീറ്റ് ഹൈറ്റും കാര്യങ്ങളും എല്ലാം മറ്റേതിനെക്കാട്ടി കൂടുതലുള്ളത് കൊണ്ട് ഇത് കുറച്ചും കൂടി നമുക്ക് ഓഫ് റോഡ് ഫ്രണ്ട്ലിയാണ്. സീറ്റ് ഹൈറ്റ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ളതുകൊണ്ട് നമുക്ക് ഓഫ് റോഡ് കുറച്ചും കൂടി ഫ്രണ്ട്ലിയാണ്. ഓൾസോ ഇത് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോക്ക് വീൽസാണ്, ഡുവൽ ഡിസ്ക് ബ്രേക്കോടുകൂടിയുള്ള സ്പോക്ക് വീൽസാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓഫ് റോഡിന് പെർഫെക്റ്റ് ആയിട്ടുള്ള പണിയാണ്. നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഏത് ടെറൈനിൽ വേണോ പോകാം. ഓൺലൈനിൽ കണ്ട റിവ്യൂസിലൊക്കെ വെച്ചിട്ട് അറൗണ്ട് ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു 135 ആണ്. 35 km/h എന്ന് പറയുമ്പോൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം സേഫായിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്നത്. ക്രൂസിംഗ് സ്പീഡ് അല്ല, ഇത് ടോപ്പ് സ്പീഡാണ് പറയുന്നത്. ഇപ്പോൾ ഒരു 110 ഇതൊരു അത്യാവശ്യം സ്മൂത്തായിട്ട് പോകും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 110, 115 ബൈക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് ടൂർ ചെയ്ത് പോകും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് 3 വേരിയൻ്റ് ഉണ്ട്. 3 വേരിയൻറ്റിൽ നമുക്ക് സ്റ്റാൻഡേർഡിന് വരുന്നത് 1.50 എക്സ് ഷോറൂം വരെയാണ്. പ്രോ വേരിയൻറ്റ് വരുന്നത് 1.63 എക്സ് ഷോറൂം പ്രൈസ്. റാലി വേരിയൻറ്റ് വരുന്നത് 1.80 എക്സ് ഷോറൂം പ്രൈസ്. കളർ നമുക്ക് അത്യാവശ്യം കളർ വേരിയൻസ് ഇതിൽ അവൈലബിൾ ആണ്. അതിൽ പ്രോ വേരിയൻറ്റിൽ ഞാൻ ഒരൊറ്റ കളർ വേരിയൻറ്റ് കണ്ടിട്ടുള്ളൂ, ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിൽ വരുന്നത്. ബാക്കി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൽ ബ്ലൂ, റെഡ്, ബ്ലാക്ക് അങ്ങനെ 3 കളർ വേരിയൻറ്റ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വണ്ടി എന്ന് പറയുന്നത് സുസുക്കി വിസ്റ്റോം 250 SX. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു 250cc സെഗ്മെൻറ്റിലുള്ളൊരു വണ്ടിയാണ്. ഇത് സുസുക്കിയുടെ ജിക്സറും ജിക്സർ SF-ൻ്റെയും എഞ്ചിനെ ബേസ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ സുസുക്കിക്ക് ഒരു അഡ്വഞ്ചർ ടൂറിംഗ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ വിസ്റ്റോം എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ്. ഇപ്പോൾ നമ്മുടെ BMW GS എന്നൊക്കെ പറയുന്ന പോലെ വിസ്റ്റോം എന്ന് പറയുന്നത് സുസുക്കിയുടെ ഒരു അഡ്വഞ്ചർ കാറ്റഗറിയിൽ വരുന്നൊരു വണ്ടിയാണ്. സോ ആ വിസ്റ്റോമിൻ്റെ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ലുക്സും കൂടി ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ബൈക്കാണ് ഈ സുസുക്കി വിസ്റ്റോം 250 SX എന്ന് പറയുന്നത്. ഇതിൽ അത്യാവശ്യം ടൂറിങ്ങിന് പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെയാണ് കൊടുത്തേക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ വിസ്റ്റോമിൻ്റെ അതേ ഡിസൈൻ പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. ഇതിന് ഞാൻ പറഞ്ഞ വിസ്റ്റോമിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈ ബൈക്കിന് അത്യാവശ്യം നല്ല രീതിയിലൊരു റോഡ് പ്രസൻസ് ഉണ്ട്. അതും ഇതിൻ്റെ ഒരു യെല്ലോ കളർ വേരിയൻ്റ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയാനാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 249cc 6 സ്പീഡ് ട്രാൻസ്മിഷനോടുകൂടിയുള്ള ഒരു എഞ്ചിനാണ്. ഇത് അത്യാവശ്യം മൈലേജ് കൊടുക്കുന്നുണ്ട്. 36 km/L ഒക്കെ മൈലേജ് കൊടുക്കുന്നുണ്ട്. വണ്ടിയുടെ കർവ് വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 167 kg ആണ്. ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 12 ലിറ്റർ ആണ്. ഇതിൻ്റെ പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് 26.5 ഹോഴ്സ് പവർ ആണ്. അത് 9300 RPM പ്രൊവൈഡ് ചെയ്യും. ടോർക്ക് എന്ന് പറയുന്നത് 22.2 Nm ആണ്. അതായത് 7300 RPM പ്രൊവൈഡ് ചെയ്യുന്നത്. സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 835 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 205 mm ആണ്. അപ്പോൾ ഇത് ഓയിൽ കൂൾഡ് ആയിട്ടുള്ള ഡുവൽ ചാനൽ ABS-ഓടുള്ള ബൈക്കാണ്. ഇതിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റ് കോട്ട് ചെയ്തേക്കുന്നത് 2.15 lakhs എക്സ് ഷോറൂമാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് വിസ്റ്റോം SX 250നെ പറ്റിയിട്ട് ഗ്യാദർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ. നമുക്കിനി നമ്മുടെ 4th ബൈക്കിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ 4th ബൈക്ക് എന്ന് പറയുന്നത് KTM-ൻ്റെ 250 അഡ്വഞ്ചർ ആണ്. സോ ഈ സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ, ഈ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 250cc താഴെ അവൈലബിൾ ആയിട്ടുള്ള ബൈക്കുകളിൽ അത്യാവശ്യം പവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബൈക്കും കൂടിയാണ് 250 അഡ്വഞ്ചർ. അറിയാലോ KTM-ൻ്റെ 250യുടെ എഞ്ചിൻ, KTM Duke 250യുടെ ഒക്കെ സെയിം എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 248.76cc 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനോടുകൂടി വരുന്നൊരു എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് 30 ഹോഴ്സ് പവർ ആണ് അറ്റ് 9000 RPM. ഇതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 24 Nm ആണ് അറ്റ് 7500 RPM. അത്യാവശ്യം നല്ല രീതിയിലുള്ള പവറും ടോർക്കും ഈ ബൈക്കിനുണ്ട്. അതുമാത്രമല്ല ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് 38.12 kmpയിലാണ്. നമ്മുടെ വിസ്റ്റോമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൈലേജും പവറും ഈ വണ്ടിക്കാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയും അതിനെക്കാട്ടി കൂടുതലുണ്ട്. 14.5 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി, ഡുവൽ ചാനൽ ABS ഉണ്ട്, സിൽവർ കച്ച് ഉണ്ട്, പിന്നെ അലോയ് ഫ്രെയിമാണ് ബൈക്കിന് കൊടുത്തിട്ടുള്ളത്. ഈ 4 ബൈക്കുകളാണ് ഇന്നത്തെ നമ്മുടെ റിവ്യൂവിൽ ഉള്ളത്. ഇതിൽ എനിക്ക് അത്യാവശ്യം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ബൈക്ക് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ എക്സ്പൾസ് 200ഉം പിന്നെ പറയുന്നത് ഡ്യൂക്ക് 250 ആണ്. ഡ്യൂക്ക് 250 എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ മൈലേജുമാണ്. സോ ഒരു ടൂറിങ്ങിന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു പവറോടുകൂടി ടൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബൈക്ക് എന്ന് പറയുന്നത് ഡ്യൂക്ക് 250 ആണ്. ഈ ഒരു സെഗ്മെൻറ്റിലാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ എന്നാൽ നമുക്ക് ഇച്ചിരി കുറച്ച് ഓഫ് റോഡിങ്ങും അഡ്വഞ്ചറൊക്കെ നടത്തണം, കുറച്ചും കൂടി നല്ല രീതിയിൽ വേൾഡ് എക്സ്പ്ലോർ ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പൾസ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. മറ്റു 2 ബൈക്ക് മോശമെന്നല്ല, ഇത് കമ്പാരിറ്റീവ്ലി ഇവർ 2 ആണ് ബെറ്റർ ആയിട്ടുള്ളത് തോന്നിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇനി ഇതിൻ്റെ പാർട്ട് 2 ആയിട്ടുള്ള നമ്മുടെ 300cc കേബിളുള്ള ബൈക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. Until then, take care. Bye bye.